ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ സിസ്റ്റർ എമർജൻസി ആയിട്ട് 1 വീക്കിലേക്ക് നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഓളെ റൂമിലാണ് 1 വീക്കിലേക്ക് സ്റ്റേ ചെയ്യാൻ വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റർ എന്നോട് അവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുമോ 1 വീക്കിലേക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീറ്റിട്ട് ഞാൻ ബെഡെല്ലാം ഒന്ന് ശരിയാക്കി. അതിനുശേഷം കുറച്ച് വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് വേഗം വാഷ് ചെയ്യാനിട്ട് കംഫർട്ടൊക്കെ ഇതുപോലത്തെ ഒരു സ്റ്റോറേജിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഇങ്ങനെ 1 വീക്കിലേക്കൊന്നും സ്റ്റേ ചെയ്യാൻ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡേക്കൊക്കെ ഞാൻ സ്റ്റേ ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഓളിങ്ങനെ ഓരോ പ്രാവശ്യം വിളിച്ചിട്ട് ഓരോന്ന് എവിടെയാണ് അതെവിടെയാണ് ഇതെവിടെയാണെന്ന് ഇങ്ങനെ ചോദിച്ചു അവളെ ശല്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ വാഷ് ചെയ്യാനൊക്കെ ഇട്ടതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ചായയും അവിടെ കോൺ കണ്ടപ്പോൾ അതും കൂടി ചൂടാക്കി കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ജീജുവിൻ്റെ ഗാർഡന്. ബാൽക്കണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡെയിലി ഇതിന് ജീജു രാവിലെ എണീറ്റിട്ട് വെള്ളം അടിച്ചു കൊടുക്കും. അപ്പോൾ അതേപോലെ തന്നെ ഞാനും ഇതിന് ഫുള്ള് വെള്ളം നനച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രാവൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും അതിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ജീജു വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫുഡൊക്കെ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മണി പ്ലാന്റ് എൻ്റെ സിസ്റ്റർ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ ഒരു പ്ലാന്റും കൂടി കൊണ്ടുപോകണം. അതിൽ ഓൾറെഡി അവൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരുന്ന രീതിയിൽ എന്തോ DIY കണ്ടിട്ട് ചെയ്തതാണ്. അങ്ങനെ ദാ വീട് മൊത്തം ഞാൻ വാക്യൂം ചെയ്തു. അതിനുശേഷം വാഷ് ചെയ്ത ക്ലോത്ത്സൊക്കെ ഒന്ന് ആറിയിട്ടു. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനിരുന്നു. ഞാനിന്ന് ഹോട്ടലിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫുഡ് കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ അത്ര രസമില്ല. അല്ലാണ്ട് മടി കൊണ്ടല്ല ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഞങ്ങൾ 3 ആളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വെറുതെ അതിനായിട്ട് ഉണ്ടാക്കണ്ടേ. കാരണം സിസ്റ്റർ മോനാണെങ്കിൽ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഹോട്ടലിൽ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് മെയിൽസൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് യുവാൻ എണീറ്റത്. അങ്ങനെ യുവാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ രാത്രിയൊക്കെയുള്ള ഫുഡിന് വേണ്ടിയിട്ട് ദോശൻ്റെ അരി കുതിർത്തി വെക്കാണ്. അങ്ങനെ വാരിബെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ വേഗം ചായ ഉണ്ടാക്കി. അങ്ങനെ ചായയും ഒമാൻ ചിപ്സും ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇടയായിട്ട് പാകിസ്ഥാനി ഡ്രാമാസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് സമയം അതൊക്കെ ഒന്ന് നോക്കി ചായയൊക്കെ കുടിച്ച് കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യാമെന്ന്. എൻ്റെ ടൈം ഏകദേശം 9:30 മണിയായിട്ടുണ്ട്. ദോശൻ്റെ അരിയൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. കറി ഓൾറെഡി അവിടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആകെ കുറച്ച് ചിക്കൻ പീസുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്ക് മുട്ട ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ദോശൻ്റെ മാവൊക്കെ റെഡിയായി. അങ്ങനെ നമ്മളെല്ലാവരും ഡിന്നർ കഴിച്ച് അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മോന് എത്തി. അവന് മറ്റിൽഡ കേക്കും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ഇത്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അതിന് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസും വ്ലോഗ്സും നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും. സ്റ്റേ സേഫ്. ബൈ.